ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ നമുക്ക് പബ്ബിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാഗായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പബ്ബിൽ ഒരു ഇവൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് സോർട്ട് മൈ സീൻ ആപ്പ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോർട്ട് മൈ സീൻ ആപ്പ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഒരു ഇവൻറ്റ് സ്റ്റാഗ് എൻട്രി ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഉറപ്പല്ല പറയുന്നത്, അവരെ ഗസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് എന്താ പറയുക 9:30 കയറാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ക്ലബ്സിൽ അല്ലെങ്കിൽ ചില പബ്സിൽ ഗസ്റ്റ് ലിസ്റ്റ്, അതായത് 9:30 അവരൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ ലിസ്റ്റിനുള്ളിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി അവർ തരും. അത് തികച്ചും ഓപ്ഷനിലാണ്, അത് അവരുടെ ഡിസിഷനാണ് എന്താ വേണ്ടതെന്നുള്ളത്. നമുക്ക് പക്ഷേ ഇതിൽ ബുക്ക് ചെയ്തിടാം. അതെങ്ങനെ ബുക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൽ ബുക്ക് ചെയ്യുക, എന്നിട്ട് ആ ഒരു QR കിട്ടുമ്പോൾ അതവിടെ കൊണ്ട് കാണിക്കുക. സപ്പോസ് അവിടെ ക്രൗഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാഗ് എൻട്രി കിട്ടാൻ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോർട്ട് മൈ സീൻ എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരാം. അതിൽ സിറ്റി സെലക്ട് ചെയ്യുക, സിറ്റി ബാംഗ്ലൂർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് പാർട്ടിയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ഡേറ്റിൻ്റെ ഈവൻറ്റ്സ് കാണാൻ പറ്റും. ആ ഈവൻറ്റ്സിൽ നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമ്മളത് നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം താഴെ ആ പിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും. അതിൽ ഫീമെയിൽ എൻട്രി, കപ്പിൾ എൻട്രി, സ്റ്റാഗ് എൻട്രി ഫ്രീ അല്ല. അപ്പോൾ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്ത് സ്റ്റാഗ് എൻട്രി നോക്കുക. അങ്ങനെ സ്റ്റാഗ് എൻട്രി നോക്കി ഫ്രീ ഉള്ളതിൽ കയറാം. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കതിൽ ഫ്രീ ആയിട്ട് ഗസ്റ്റ് ലിസ്റ്റിൽ കയറാൻ പറ്റി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്റ്റാഗ് എൻട്രി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കവർ ചാർജ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ കവർ ചാർജ് കൊടുത്തിട്ടായാലും കയറാൻ പറ്റും. ഇത് നമുക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് വരും. നമുക്ക് ഈ ഒരു ടിക്കറ്റിൻ്റെ QR അതവിടെ കാണിച്ചു കൊടുക്കണം.